ശാന്തമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നമുക്ക് കർത്താവിൻ്റെ വചനം സ്വീകരിക്കാം. നമുക്കിന്ന് കർത്താവിൻ്റെ ജീവൻ്റെ വചനം പങ്കുവയ്ക്കുന്നത് ഫാദർ ഷിജോ നെറ്റിയാനിയിൽ VC മിഷൻ സഭാംഗമായ അച്ഛൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിപ്പിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ അനേകർക്ക് അനുഗ്രഹമായി കർത്താവ് ഉപയോഗിച്ച ശക്തനായൊരു ധ്യാനഗുരു വചന പ്രഘോഷകരുമാണ്. നമുക്ക് കരങ്ങളടിച്ച് വചനവേദിയിലേക്ക് അച്ഛനെ സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവവചനം സ്വീകരിക്കുവാൻ ഞങ്ങളിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളിലേക്കും കർത്താവേ, അങ്ങയുടെ സ്നേഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. സൗഖ്യമായി ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കുക. രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മുടെ നെടുവീർപ്പുകൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തുക. അതുവഴി ജീവിതങ്ങളെല്ലാം അനുഗ്രഹങ്ങളായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം രാത്രി എന്ന് പറയുന്നത് ശരീരത്തിന് വിശ്രമം ലഭിക്കേണ്ട സമയമാണ്. ശരീരത്തിന് വിശ്രമം ലഭിക്കേണ്ട സമയം നമ്മുടെ ശരീരം ത്യാഗത്തോടെ ദൈവസന്നിധിയിൽ ഉണർന്നിരിക്കുമ്പോൾ തീർച്ചയായും അവിടെ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവ് നമ്മെ എല്ലാവരെയും ഇന്നേ ദിവസം ഒരുക്കിയിരിക്കുക. കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും വചനം ശ്രവിക്കുവാനും ദൈവമഹത്വത്തിനായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാനുമായിട്ട്. അപ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും കർത്താവ് സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും കർത്താവ് സ്വീകരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അടുത്തിരിക്കുന്ന ആളോട് സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞേരെ, ഈ രാത്രിയിൽ ഈശോ നമ്മെ അനുഗ്രഹിക്കുമെന്ന്. ഒന്ന് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒന്ന് പറ. ഈ രാത്രിയിൽ ഈശോ നമ്മെ അനുഗ്രഹിക്കും. ഈ രാത്രിയിൽ ഈശോ നമ്മെ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ് കർത്താവ്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഗ്രന്ഥത്തിൽ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24-ാം തിരുവചനം വചനത്തിലൂടെ കർത്താവ് ഇപ്രകാരമാണ് നമ്മോട് പറയുന്നത്. ആ വചനം നമ്മെ ഓരോരുത്തരെയും വലിയൊരു കൃപയിലേക്ക്, പ്രത്യാശയിലേക്ക് നയിക്കുന്നതാണ്. വചന പ്രകാരമാണ് വിലാപങ്ങൾ 3:24. കർത്താവ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. കർത്താവാണ് എൻ്റെ ഓഹരി,
അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവാണ് നമ്മുടെ ഓഹരി, അവിടുന്നാണ് നമ്മുടെ പ്രത്യാശ, മറ്റൊന്നുമല്ല. ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും നമുക്ക് ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും ആഹ്ലാദവും ഒക്കെ ലഭിക്കുമെന്നൊക്കെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ലോകം നമുക്ക് നൽകുന്നത് പലപ്പോഴും ദുഃഖവും നിരാശയും അവഗണനയും മാത്രമാണ്. ദുഃഖവും നിരാശയും അവഗണനയും മാത്രമാണ് ഈ ലോകം നമുക്ക് നൽകുന്നത്. എന്നാൽ കർത്താവ് വചനം പറയുകയാണ്, കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. കർത്താവ് എൻ്റെ ഓഹരിയാണ്, അവിടുന്ന് എൻ്റെ പ്രത്യാശയാണ്, അവനിൽ ഞാൻ ശരണപ്പെടും. ഈ ഒരു ബോധ്യത്തോടെയുള്ള പ്രാർത്ഥനയാണ് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നത്, സൗഖ്യങ്ങൾ നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏത് ജീവിത മേഖലയിലായാലും, ഏത് പ്രതിസന്ധിയിലായാലും, ഏത് രോഗപീഠയിലായാലും കർത്താവ് അവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ഏത് പ്രതിസന്ധിയിലായാലും, ഏത് രോഗപീഠയിലായാലും, ഏത് നിരാശയിലായാലും കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ആ മേഖലകളിൽ കർത്താവ് ഇടപെടും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ അത്ഭുതകരമായ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം, യോഹന്നാൻ 21 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ ഇവിടെ ഒരു സംഭവം നമ്മൾ കാണുകയാണ്. ശിഷ്യന്മാരെല്ലാവരും അവർ ഈശോയുടെ മരണവും പുനരുദ്ധാനവും ഒക്കെ കഴിഞ്ഞ് അവരെങ്ങനെ ഇരിക്കുക. തീർച്ചയായിട്ടും അവർക്ക് ദുഃഖമുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെ ശരിയാണെങ്കിലും അതുവരെയുമുള്ള ആ ജീവിത കാലഘട്ടങ്ങളെക്കുറിച്ച് അവർക്ക് അതുവരെയും ഉണ്ടായിരുന്ന ആ ഒരു സംരക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ ആകുലതയിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. സെക്യൂരിറ്റി നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം അപ്പോഴും അവരുടെ മുഖങ്ങളിൽ ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് പറയുകയാണ്, അതുവരെയും വളരെ സന്തോഷ സമാധാനമൊക്കെ ആയിട്ട് കർത്താവിൻ്റെ കൂടുതൽ ഇങ്ങനെ നടന്നാൽ മതിയായിരുന്നു. ശാപ്പാട് വേണമെന്ന് പറയുമ്പോൾ ശാപ്പാട് കിട്ടും, ആഗ്രഹിക്കുമ്പോൾ തന്നെ കിട്ടുമായിരുന്നു. എന്നാലോ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം എന്താ സംഭവിച്ചേ? ആകപ്പാടെ ദുഃഖവും നിരാശയും ഒക്കെ ആവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ശിഷ്യരിൽ പ്രമുഖനായ പത്രോസ് പറഞ്ഞു, ഞാൻ എന്തിനു പോകുകയെന്നാ പറഞ്ഞേ? മീൻ പിടിക്കാൻ പോകുകയെന്ന് പറയുക. മീൻ പിടിക്കാനായിട്ട് ഞാൻ പോകുന്നു. ഉടനെ തന്നെ ബാക്കിയുള്ള ശിഷ്യന്മാർ പറയുക, നീ പോകുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ? ഞങ്ങളും വരികയാണ് എന്ന് പറയുക. അപ്പോൾ അവിടെ ഒരു മീൻപിടുത്തത്തിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് ഇവർ പോകുന്നു, കഷ്ടപ്പെടുന്നു, രാത്രി മുഴുവനും അധ്വാനിച്ചു എന്നാ പറയുന്നത്. ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവനും അധ്വാനിച്ച മനുഷ്യന് ഒന്നും കിട്ടാതാവുകയാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആ സമയം അധ്വാനിച്ച മടുത്ത് ഒരു പ്രതീക്ഷയുമില്ല, എല്ലാം നശിച്ചു, എല്ലാം തീർന്നു. ആകപ്പാടെ നിരാശയിലായിരിക്കുന്ന ഈ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കർത്താവ് കടന്നു വരികയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോഹന്നാൻ 21:5, യോഹന്നാൻ 21:5 കർത്താവ് ഈ മേഖലയിൽ ഈ ബുദ്ധിമുട്ടിലായിരിക്കുന്ന എല്ലാവരോടും പറയുന്ന, അവരെ എല്ലാവരെയും വിളിക്കുന്ന, അവരെ അഭിസംബോധന ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? നമ്മൾ കാണുകയാണ് യോഹന്നാൻ 21:5. കർത്താവ് എന്താ വിളിക്കുന്നേ? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതും ഉണ്ടോ? അവർ ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? അവരോട്, മുക്കുവന്മാരോട്, രാത്രി മുഴുവനും വല വീശിയവരോട് മീനുണ്ടോയെന്നല്ലാതെ പിന്നെ എന്താ അല്ലേ ചോദിക്കുന്നത്? സാധാരണ ഒരു ചോദ്യമാണ്, സാധാരണ ആരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചുള്ളൂ.
കുഞ്ഞുങ്ങളെ, അവിടെയാണ് പ്രിയപ്പെട്ടവരെ വാത്സല്യത്തോടെയുള്ള ഒരു ചോദ്യം. അത് മറ്റൊന്നുമല്ല, വാത്സല്യത്തോടെ ചോദിക്കുക, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ പക്കൽ? ഉടനെ അവർ പറയാണ്, ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ കഴിവുകളിൽ ആശ്രയിച്ച് അധ്വാനിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ പരാജയം സമ്മതിച്ചു. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഉടനെ കർത്താവ് പറയാണ്, അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഇതുപോലെ നിങ്ങൾ ചെയ്യുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ അവിടെ വലിയ അത്ഭുതം നടക്കുകയാണ്. കർത്താവിൽ പ്രത്യാശ വെച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതം മാറുകയാണ്. നിരാശ മാറി, ദുഃഖം മാറി, ആകുലത മാറി, അപമാന ഭാരം മാറി. അവർക്ക് സന്തോഷം കടന്നു വരിക, സമാധാനം വരിക, അവരുടെ ജീവിതം വിജയമായി തീരുക. വല നിറഞ്ഞു, വള്ളം നിറഞ്ഞു. 153 വലിയ മത്സ്യങ്ങളുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറയുക, ഇത്രയേറെ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും വല കീറിയില്ല. അവിടെയും സംരക്ഷണമാണ്. കർത്താവ് പറയുന്നത് കേൾക്കുന്നവർക്ക് എപ്പോഴും അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം കേട്ട്, കർത്താവ് പറയുന്നത് കേട്ട് അവനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതങ്ങളിലെ ദുഃഖങ്ങൾ വിട്ടുപോകും, നിരാശ വിട്ടുപോകും, അപമാനം വിട്ടുപോകും, പരാജയം വിട്ടുപോകും, വിജയമായി തീരും, സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. പലപ്പോഴും നമ്മളെന്താ ചെയ്യുന്നതെന്നറിയാമോ? നമ്മുടെ ശക്തി ആശ്രയിക്കും, നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കും, കഴിവുകളിൽ ആശ്രയിക്കും, സമ്പത്തിൽ ആശ്രയിക്കും. ശരിയല്ലേ? അതെ, നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ സമ്പത്തിലും ബുദ്ധിയിലും ശക്തിയിലും കഴിവുകളിലൊക്കെയാ. ഞാനെന്ന ഭാവത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതെല്ലാം നഷ്ടപ്പെടും പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവിലുള്ള ഒരു പ്രത്യാശ, അവനെ നോക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, അവനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവൻ നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട്. അതൊരിക്കലും അവരിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നതല്ല. അതാണ് നമ്മൾ വചനത്തിൽ കണ്ടത്. കർത്താവ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ. അവനുള്ളപ്പോൾ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതാണല്ലോ സങ്കീർത്തനങ്ങൾ നമ്മൾ കാണുന്നത്. 23-ാം സങ്കീർത്തനം 1-ാം വചനം പ്രകാരമാണ്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. ഒരു മുട്ടും വരാതെ എന്നെ നയിക്കുന്ന എൻ്റെ ദൈവമുണ്ട് എന്ന ബോധ്യം നമുക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സംഭവം ഞാൻ ഓർക്കുക. ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നു. ധ്യാനമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്നാ പറഞ്ഞു? എന്നിട്ട് ആ സഹോദരൻ പറയുകയാണ്, ഇന്ന് എനിക്ക് നല്ലൊരു വീടുണ്ട്. ഒരു കാലത്ത് എനിക്ക് വീടില്ലായിരുന്നു. ആകപ്പാടെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നെന്നാണ് പറഞ്ഞു. ഒരു വീടില്ലാത്തതിൻ്റെ ദുഃഖത്തിൽ ഇങ്ങനെ ഈ മനുഷ്യനും ഭാര്യയും, ഇവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, ആ കുടുംബം പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ ശാലോം ചാനലുണ്ടല്ലോ, അപ്പോൾ ഈ ചാനലിലേക്കൊക്കെ ദശാംശമൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇവർ ഒരു തീരുമാനം എടുത്തായിരുന്നു, ഞങ്ങൾക്കുള്ളതിൻ്റെ ഒരു ഓഹരി സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുമെന്ന്. എന്നിട്ട് ഇങ്ങനെ വീട് പണിയാനൊക്കെ ആയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നെന്നാണ് പറഞ്ഞത്.
ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലമൊക്കെ ഏകദേശമൊക്കെ ശരിയായി. ഒരു 10,000 രൂപ കിട്ടി. 10,000 രൂപ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ പറയാണ്, അതുകൊണ്ട് വീടിൻ്റെ പണി ആരംഭിക്കാം എന്നൊരു ചിന്തയായി മനസ്സിൽ. അപ്പോഴേക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം കർത്താവിന് കൊടുക്കാം, ദൈവശുശ്രൂഷയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്നാൽ പിന്നെ അത് അങ്ങോട്ട് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് അവർ ഈ നിയോഗത്തിനായിട്ട് സമർപ്പിച്ചെന്നാണ് പറഞ്ഞു. കയ്യിൽ ഒരു 5 പൈസ പോലും ഇല്ല. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടാണ് വന്നത്. അവിടുന്ന് പണി എൻജിനീയർ വിളിക്കുകയാണ്, നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പണി അങ്ങ് തുടങ്ങിയേക്കാമെന്നും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കയ്യിലൊന്നുമില്ലാത്തതിൻ്റെ ദുഃഖമുണ്ട്. എന്നാലും വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ഇവർ രണ്ടുപേരും കൂടെ വീട്ടിൽ ചെന്നെന്നാണ് പറഞ്ഞത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അപ്രതീക്ഷിതമായിട്ട് ഒരാൾ 2 ലക്ഷം രൂപ ഇവർക്ക് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്താം. ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു, നാളെ പണി തുടങ്ങാം. അവർ പണി ആരംഭിച്ചു. ഇങ്ങനെ മെല്ലെ മെല്ലെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ സമയത്ത് ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം കയ്യിലുണ്ടായിരുന്ന മുഴുവനും തീർന്നു. ആ സഹോദരൻ പറയുകയാണ്, ഒരു അരച്ചാക്ക് സിമൻ്റ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പണിക്കാരൊക്കെ വന്നു. അതിൻ്റെ തലേ ദിവസം ഇങ്ങനെ സാധനങ്ങളും എല്ലാം തീർന്നുകൊണ്ടിരിക്കുക. ഇനി പണി അങ്ങ് പൂർത്തീകരിക്കാൻ മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ല. ആകപ്പാടെ വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പണിക്ക് പോകുന്ന സമയത്ത്, ജോലിക്ക് പോകുന്ന സമയത്ത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ സഹോദരൻ പറയുക, എന്തായാലും വേണ്ടില്ല, ഇവിടെ കയറി കർത്താവിനോടൊന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അങ്ങനെ നിത്യാരാധനയുടെ ചാപ്പലിലേക്ക് കയറി അവിടെ മുട്ടുകുത്തി നിന്ന് 1 മണിക്കൂർ പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഒരു നിയോഗം വെച്ചു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വീട് പണി പൂർത്തിയാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതെനിക്കും അറിയാം, നിനക്കും അറിയാം. നിൻ്റെ തിരുഹിതം നിറവേറട്ടെ. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം രാവിലെ പണിക്ക് പോകുമ്പോൾ പണിക്കാർ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, സിമെൻ്റ് ഇല്ല, അരച്ചാക്ക് സിമെൻ്റേ ഉള്ളൂ. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, അരച്ചാക്ക് സിമെൻ്റേ ഉള്ളെങ്കിൽ ആ അരച്ചാക്ക് സിമെൻറ്റിൻ്റെ പണി തീരുമ്പോൾ നിങ്ങൾ പണി നിർത്തിപ്പോയിക്കോ, ഇനി കാശില്ല. അങ്ങനെ വിഷമിച്ച് ഇറങ്ങിപ്പോവുകയാണ്. എന്നിട്ട് ജോലിക്ക് പോയി. ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്കിൻ്റെ സമയത്ത് ഒരു ഫോൺ വന്നു. ഫോൺ വന്നിട്ട് പണിക്കാർ പറഞ്ഞു, അത് നിങ്ങൾ എന്തെങ്കിലും ആരോടെങ്കിലും സാധനങ്ങളുടെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, അതൊക്കെ ദൈവം ക്രമീകരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വെച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ വന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ വണ്ടിയാൽ കൊണ്ടുവന്ന് കുറേ സാധനങ്ങൾ ഇറക്കുക. അപ്പോഴേക്കും ഈ സഹോദരൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അതേ, നിങ്ങൾ ഈ സാധനങ്ങളൊന്നും ഇറക്കണ്ട, കാരണം നിങ്ങൾക്ക് തരാൻ കാശൊന്നും എനിക്കില്ല. അത് കാരണം നിങ്ങൾ ദയവ് ചെയ്ത് ഈ സാധനം തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. എനിക്ക് ഈ കടമെല്ലാം കൂടി ചുമക്കാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞ് തിരിച്ചു വിടാൻ തുടങ്ങിയപ്പോഴേക്കും അവർ പറഞ്ഞു, അതിന് ചേട്ടൻ ഞങ്ങൾക്ക് കാശൊന്നും തരണ്ട, ഇതിൻ്റെ കാശ് മുഴുവനും ഒരാൾ അടച്ചിട്ടുണ്ട് എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ 12 മണി ആയപ്പോഴേക്കും പണി തീർന്നെന്നാണ് പറഞ്ഞ്. അതായത് സിമെൻറ്റ് തീർന്നു. അപ്പോൾ പണി നിർത്തി ഇവർ ഇതൊക്കെ കഴുകി വെക്കുകയാണ്. പണിയായുധങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി ആ റോഡിൽ വന്ന് നിന്നു. ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അപ്പോൾ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ വീട് പണി നടക്കുന്നിടത്തോട്ട് ആ സഹോദരൻ കടന്നു വരികയാണ്. അപ്പോഴേക്കും ഇവർ പണി നിർത്തി പോകാൻ തുടങ്ങി. ഇപ്പോഴെന്നാ പണി നിർത്തുന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ വീടിൻ്റെ ഉടമസ്ഥന് ഇത്രയും പണിയിപ്പിക്കാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. അത് കാരണം ഞങ്ങളോട് പറഞ്ഞു
തീരുമ്പോൾ നിർത്തിക്കോ, എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സഹോദരന് വലിയൊരു വിഷമമായി. എന്നിട്ട് പറഞ്ഞു, ഇതിനെല്ലാം കൂടെ ബാക്കിയുള്ള ചിലവുകൾ എത്രയാകുമെന്ന് ചോദിച്ചു. അപ്പം മേസ്ത്രി ഏകദേശം ഒരു കണക്കൊക്കെ പറഞ്ഞു, ഇത്രയും സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എൻ്റെ കൂട്ടത്തിൽ പോരെ. എന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കി വണ്ടിയൊക്കെ റിപ്പയർ ചെയ്തു. ഈ സഹോദരൻ പോയി ആ കടയിൽ ചെന്നിട്ട് ആ വീടിന് വേണ്ട എല്ലാ സാധനങ്ങളും എത്ര രൂപ ആകുമെന്നുള്ളത് അതിൻ്റെ എസ്റ്റിമേഷൻ എടുത്ത് കാശും കൊടുത്ത് എന്നിട്ട് പറഞ്ഞു, എത്രയും വേഗം പണി പൂർത്തിയാക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരങ്ങളടിച്ച് ഈശോയ്ക്കൊന്ന് നന്ദി പറയാം. എന്നിട്ട് ഈ സഹോദരൻ പറയുക, അച്ഛാ, ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടും കർത്താവിന് നന്ദി പറയാൻ വേണ്ടിയിട്ടും ഈ ധ്യാനത്തിന് വന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് അനുഗ്രഹിക്കുക. വചനം പഠിപ്പിക്കുന്നത് അത് തന്നെയാണല്ലോ. കർത്താവാണ് എൻ്റെ ഓഹരി, കർത്താവാണ് എൻ്റെ ഓഹരി. നമ്മുടെ ദൈവം സമ്പന്നനാണ്. ആവശ്യമുള്ളതിൽ അധികമായി നമുക്ക് നൽകുന്നവനാണവൻ. നൽകുന്നതിൽ ഒരിക്കലും അവൻ ഒരു വിമുഖതയും കാണിക്കുകയില്ല. ചോദിച്ചാൽ മതി, നമുക്ക് ലഭിക്കും. ചോദിക്കുമ്പോൾ വിശ്വാസത്തോടെ ചോദിക്കുക, പ്രത്യാശയോടെ ചോദിക്കുക, പൂർണ്ണമായും നമുക്ക് നൽകപ്പെടും. ഹല്ലേലൂയ. എന്നിട്ട് ഈ സഹോദരൻ പറഞ്ഞു, അച്ഛൻ എവിടെയൊക്കെ പറയാൻ അവസരം കിട്ടുമോ അവിടെയൊക്കെ അച്ഛൻ ഇത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കട്ടെ, എനിക്ക് അവസരം കിട്ടുന്നിടത്തൊക്കെ ഞാൻ പറയാനായിട്ട് പരിശ്രമിക്കാം. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ശാലോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം കൂടെ ആണല്ലോ ഇത്. അപ്പോൾ എന്നാൽ പിന്നെ വേഗം കയറി കഴിഞ്ഞപ്പോഴേക്കും ഇതങ്ങ് ഓർമ്മ വന്നു. അങ്ങനെ ഞാനിത് പറയുക ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ഓരോ നിമിഷവും നയിച്ചുകൊണ്ടിരിക്കുക. സമൃദ്ധി അവൻ നമുക്ക് നൽകും. അവൻ്റെ മുൻപിൽ നിലവിളിക്കുന്നവരുടെ മേൽ അവൻ കരുണ ചൊരിഞ്ഞ് അനുഗ്രഹിക്കും. കർത്താവുണ്ട് എന്ന ബോധ്യം വേണം. അവൻ വഴി നടത്തുമെന്ന ബോധ്യം വേണം. തകർച്ചകളിൽ, പീഡനങ്ങളിൽ, രോഗങ്ങളിൽ കർത്താവ് നമ്മെ വഴി നടത്തുന്നുണ്ട് എന്ന ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 27:14. സങ്കീർത്തനങ്ങൾ 27:14. നമുക്ക് ഈ വചനം നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 27:14. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി എല്ലാവരും ചേർന്ന് ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറയാം. എല്ലാവരും ഏറ്റുപറയുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. അല്പം കൂടെ സ്വരം ഉയർത്തി പറയാം. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഹല്ലേലൂയ. 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 അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആരിൽ പ്രത്യാശ അർപ്പിക്കണം? കർത്താവിൽ പ്രത്യാശ അർപ്പിക്കണം. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കണം. എന്നിട്ടോ ദുർബലരാകരുത്. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കണം. ദുർബലരാവാതെ ധൈര്യം അവലംബിക്കണം. ധൈര്യം ഉണ്ടാവണം. ആത്മധൈര്യം ഉണ്ടാവണം. ആര് തരുന്നതാ? ആര് തരുന്ന? കർത്താവ് തരുന്നതാണ്. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുന്ന ഒരു മനുഷ്യന് കർത്താവ് നൽകുന്നതാണ് ആത്മധൈര്യം എന്ന് പറയുന്നത്. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. ദുർബലരാകാതെ നിങ്ങൾ ധൈര്യം അവലംബിക്കുവിൻ. എന്നിട്ടോ കർത്താവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ആർക്ക് വേണ്ടി കാത്തിരിക്കണം? കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. ദുർബലരാവരുത്. ആത്മധൈര്യത്തോടെ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് അവന് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. 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 അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരണം നമ്മൾ. അവൻ തൻ്റെ സമൃദ്ധിയിൽ നിന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. കർത്താവിനോട് ചോദിക്കുക,
കർത്താവിൽ ആശ്രയിക്കുക. കർത്താവ് നമുക്ക് നൽകും. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളപ്പോഴും നമുക്ക് സമീപിക്കാവുന്ന ഒരേ ഒരാള്, അത് നമ്മുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരിയല്ലേ? ആണോ അല്ലയോ? അല്ലെങ്കിലോ എന്താ കുഴപ്പം? മനുഷ്യനെ ആശ്രയിക്കാൻ പോയാലോ, ഓ എൻ്റെ അത്രയൊന്നും ഇല്ല, അത് കാരണം വേണ്ട, ഇച്ചിരി അകന്ന് നിന്നോ. എൻ്റെ അത്രയൊന്നും ഇല്ലല്ലോ, ഇച്ചിരി അകന്നങ്ങ് നിന്നോ. പറഞ്ഞില്ലെങ്കിലും അറിയാതെ ഒരകലം പാലിക്കും. അറിയാതെ ഒരകലം പാലിക്കും. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. ഒരല്പം അങ്ങോട്ട് മാറ്റി നിർത്തും. ആരും അറിയൊന്നുമില്ല, പക്ഷേ മെല്ലെ അങ്ങ് ഒരു സ്വല്പം. കാരണം എന്താ? എൻ്റെ അത്രയങ്ങ് പോരെന്നേ. അതായത് ഇത് പല മേഖലയിലും കടന്നു വരാം. സമ്പത്തിൻ്റെ മേഖലയാവാം, ബുദ്ധിയുടെ മേഖലയാകാം, ജോലിയുടെ മേഖലയാകാം, ഏത് മേഖലയായിക്കോട്ടെ. എൻ്റെ അത്രയും പോരാ എന്നുള്ള ചിന്ത വരുമ്പോൾ അകറ്റി നിർത്താനായിട്ട് നോക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആരൊക്കെ വന്നാലും ആരെയും തള്ളിക്കളയാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവൻ നൽകുന്നത് ആനന്ദമാ, സന്തോഷമാ, സമാധാനമാണ്. ആരെയും തള്ളിക്കളയാത്തവനാണ് കർത്താവ്. പണ്ഡിതനെന്നോ പാമരനെന്നോ ഒരു വ്യത്യാസവും ഇല്ല. ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ സുവിശേഷങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ, ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാവും. അവൻ്റെ അടുത്തേക്ക് വന്ന ഒരാളെ പോലും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. ആരുമായിക്കോട്ടെ, എല്ലാവരെയും ചേർത്ത് നിർത്തി. പാപികൾ കടന്നു വന്നു, അവരെ ചേർത്ത് നിർത്തി. നീതിമാന്മാർ വന്നു, അവരെ ചേർത്ത് നിർത്തി. പണമുള്ളവർ വന്നു, അവരെ ചേർത്ത് നിർത്തി. നിയമജ്ഞർ വന്നു, അവരെയും തള്ളിക്കളഞ്ഞില്ല. പരിസയർ വന്നു, അവരെയും മാറ്റി നിർത്തിയില്ല. അവരകന്നു പോയതല്ലാതെ കർത്താവ് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ പോലും മാറ്റി നിർത്തിയാൽ അവൻ, തൻ്റെ അടുത്ത് വരുന്നവൻ ഒരുവനെ പോലും തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. എല്ലാവരെയും ചേർത്ത് നിർത്തും. തൻ്റെ സമൃദ്ധിയിൽ നിന്ന് അവർക്ക് നൽകി അവൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പക്ഷേ പ്രത്യേകമായ നിയോഗങ്ങളോടെയൊക്കെ ആയിരിക്കാം ഇന്ന് നമ്മൾ ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയോഗങ്ങളെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. അവൻ അതിന് പൂർണ്ണമായും അതിന് ഉതകും വിധത്തിൽ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. തൻ്റെ സമൃദ്ധിയിൽ നിന്നും അതവൻ നമുക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു എഴുത്തുകാരൻ, ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, ആ എഴുത്തുകാരൻ എഴുതിയ ഒരു നോവലാണ് കിളവനും കടലും. കിളവനും കടലും എന്നൊരു നോവൽ. അതായത് ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്നാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു മുക്കുവനെ കുറിച്ചാണ്. ഒരു മുക്കുവനെ കുറിച്ച് ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നത്. വളരെ പ്രായം ചെന്ന ഒരു മുക്കുവൻ. ഈ മുക്കുവനെ കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഈ മുക്കുവൻ ക്യൂബയിലെ ഒരു കടൽ തീരത്ത് സാന്റിയാഗോ എന്ന ഒരു മുക്കുവൻ, അതാണ് ആ മുക്കുവൻ്റെ പേര്. നല്ല പ്രായമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ അനേകം ശിഷ്യന്മാരുണ്ട്. മീൻപിടുത്തം പഠിപ്പിക്കുക, കടലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ അനേകരുണ്ട്. പ്രായമായി, എന്നാലും കടലിലേക്ക് പോകും, വഞ്ചിയും കൊണ്ട് പോകും. എല്ലാ ദിവസവും വല വീശും, മീൻ പിടിക്കും, തിരിച്ചു വരും. ഇങ്ങനെ ഈ മനുഷ്യൻ, ഈ മുക്കുവൻ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഏകദേശം
84 ദിവസം അടുപ്പിച്ച് കടലിൽ പോയി. ഈ മനുഷ്യന് ഒരു മീനും കിട്ടുന്നില്ല. 84 ദിവസം അടുപ്പിച്ച് വഞ്ചിയുമായി കടലിലേക്ക് പോയി തിരിച്ച് ഒന്നുമില്ലാതെ മടങ്ങി വരികയാണ്. ഇങ്ങനെ 84 ദിവസം ആയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വിചാരിച്ചു ഈ മനുഷ്യന് ഇനി നിരാശപ്പെട്ട് പരിപാടി നിർത്തും. എല്ലാവരും അവനിൽ നിന്ന് അകന്നു. അവന് ഇഷ്ടംപോലെ ശിഷ്യന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരെല്ലാവരും വിട്ടുപോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവസാനം വരെ ഒരേ ഒരാൾ അവനോടൊത്തുണ്ടായിരുന്നു. 5 വയസ്സുള്ളപ്പം മുതൽ അവനോടൊപ്പം വന്ന ഒരു ബാലനുണ്ടായിരുന്നു. 5 വയസ്സുള്ളപ്പം മുതൽ അവനോട് ഒപ്പം വന്നതാ മനോലിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി. അവൻ ഈ മുക്കുവനോടത്ത് ഇങ്ങനെ ഇവൻ്റെ വലിയ വീരകഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയും. ഇതെല്ലാം കേട്ട് ഇങ്ങാർക്ക് ഭക്ഷണവും കൊണ്ട് കൊടുത്ത് ഇങ്ങാരോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണവൻ. എന്നിട്ട് ഇവൻ മാത്രം വിട്ടുപോയില്ല. എന്തിനു പറയുന്നു? ഇവൻ്റെ മാതാപിതാക്കൾ വരെ പറഞ്ഞു, നീ ഇനിയിപ്പോൾ അങ്ങാരോടത്ത് പോകണ്ട, അങ്ങാർക്ക് ഒരു ഭാഗ്യവും ഇല്ലാത്ത ആളാ, അങ്ങാർ പോകുന്നിടത്ത് ഒന്നും ഒരു മീനേയും കിട്ടിയാല, ആകെപ്പാടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും പ്രിയപ്പെട്ടവരെ, ഇവന് ഈ മുക്കുവനോടുള്ള, ഈ കിളവനായ മുക്കുവനോടുള്ള ഈ താല്പര്യം ഈ കുട്ടി അവനിൽ വിട്ടുപോകുന്നില്ല, അവനോട് ചേർന്ന് നിൽക്കുക. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ 85-ാമത്തെ ദിവസവും 85-ാമത്തെ ദിവസവും വഞ്ചിയും വലയുമായി മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. എന്നിട്ട് മീൻ പിടിക്കാനായിട്ട് പോകുന്നു. മീൻ പിടിക്കാൻ പോയി ആഴക്കടലുകളിലേക്ക് പോയി. വലിയ പ്രത്യാശയാണ്. ഓരോ ദിവസവും അവന് പ്രത്യാശ കൂടിക്കൂടി വരികയാണ്. നിരാശ അവൻ്റെ കണ്ണുകളിലില്ല. അവൻ്റെ കണ്ണുകളെക്കുറിച്ച് പറയുന്നത് കടലിൻ്റെ കളറുള്ള കണ്ണുകളാണ് അവനെന്നാണ് പറയുന്നത്. അതായത് നല്ല നീല കണ്ണുകളെന്നാണ്. അതേപോലെയൊക്കെയാണ് അവനെക്കുറിച്ച് വിവരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവർ, എന്തും ആയിക്കൊള്ളട്ടെ, അവസാനം ഇവന് 85-ാമത്തെ ദിവസവും ഈ വള്ളവും വഞ്ചിയൊക്കെ എടുത്ത് ഇങ്ങനെ പോയി മീൻ പിടിക്കാനായിട്ട് ചെന്നു. എന്നിട്ട് കടലിൻ്റെ ആഴക്കടലുകളിലേക്ക് പോയി അവൻ ഇങ്ങനെ ഇരയിടുകയാണ്. വലിയൊരു മീനെ പിടിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ആ 85-ാം ദിവസം വലിയൊരു മീന് അവൻ്റെ ഇരയിൽ കൊത്തി. അതിനെ വലിച്ചുകൊണ്ട് വരികയാണ് ഇവൻ. വലിച്ചുകൊണ്ട് വന്നു. ഭയങ്കര സന്തോഷമായി. തൻ്റെ അധ്വാനം ഫലം കണ്ടു. എല്ലാവരും തന്നെ തള്ളിപ്പറഞ്ഞു, എല്ലാവരും ഉപേക്ഷിച്ചു. എന്നാൽ തൻ്റെ അധ്വാനം ഫലം കണ്ടു. അവനെ പ്രത്യാശ നശിച്ചില്ല. അങ്ങനെ അവൻ ഇതിങ്ങനെ വലിച്ചുകൊണ്ട് വരികയാണ്. വലിച്ചുകൊണ്ട് വരുമ്പോഴേക്കും പ്രിയപ്പെട്ടവരെ, കുറേ സ്രാവുകൾ അവന് ചുറ്റും കൂടി. ഈ മീന് ചുറ്റും കൂടി ഈ മീനിൻ്റെ മാംസം എല്ലാം ഇങ്ങനെ തിന്നാൻ തുടങ്ങിയ. അതെല്ലാം ഇങ്ങനെ തിന്ന് ഇവനിങ്ങനെ കരയോട് അടുത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഈ മാംസം എല്ലാം തിന്ന് അവസാനം ഈ മീനിൻ്റെ അസ്ഥികൂടം മാത്രമായി, മുള്ളു മാത്രമായി. വലിയ മീനാണ്. അതുവരെയും ഇവൻ അത്രയും വലിയൊരു മീൻ പിടിച്ചിട്ടേയില്ല. എന്നിട്ട് കരയോടടുത്തു. ആളുകളെല്ലാം വന്നു. ഇവൻ വലിയ മീൻ പിടിച്ചു കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുക. എല്ലാവരും ഭയങ്കര ആഗ്രഹത്തോടെ നോക്കുമ്പോൾ എന്താണ്, വഞ്ചി കരയോടടുത്തു. വലിച്ചുകൊണ്ട് വരുന്ന സാധനം എന്താ? വലിയൊരു മീൻമുള്ള്. മീനിൻ്റെ അസ്ഥി മാത്രമേ ഉള്ളൂ. ഇപ്പോഴേക്ക് ആൾക്കാർക്ക്, കുറേ പേർക്ക് ചിരി വരുന്നു, കുറേ പേര് പരിഹസിക്കുന്നു, കുറേ പേരുടെ മനസ്സിൽ ദുഃഖം വരികയാണ്. എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അതൊന്നുമല്ല, ഇവർക്ക് ഈ മനുഷ്യൻ്റെ മുഖത്തേക്കാണ് ഇവർ നോക്കുന്നത്. ഈ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുക, ഈ മുക്കുവൻ്റെ മുഖത്തേക്ക് നോക്കുക. ഇത് ഇറങ്ങി വന്ന് നോക്കി കഴിയുമ്പോൾ എന്തായിരിക്കും ഇവൻ്റെ ഭാവവ്യത്യാസം? ഇവൻ എങ്ങനെയായിരിക്കും ഇത് സ്വീകരിക്കുന്നത്? നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുമോ? എല്ലാം നശിച്ചു എന്ന് വിചാരിക്കുമോ? ഇങ്ങനെയൊക്കെ ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കിളവനായ മുക്കുവൻ അവൻ വഞ്ചിയിൽ നിന്നിറങ്ങി തൻ്റെ കഠിനാധ്വാനത്തെയും തന്നെയും തോൽപ്പിച്ച ആ സമുദ്രം
തന്നെ നോക്കി, ഈ അലകൾ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക, പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. തന്നെ തോൽപ്പിച്ചു എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ഈ അലകളെയും സമുദ്രത്തെയും നോക്കി ആ മനുഷ്യൻ ഇപ്രകാരം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പ്രകാരം പറയുക, ഒരു മനുഷ്യനെ കൊല്ലാം, പക്ഷേ അവനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. ഒരു മനുഷ്യനെ കൊല്ലാം, പക്ഷെ അവനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടലിനെ നോക്കി വെല്ലുവിളിച്ച് അവൻ വീണ്ടും തിരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിയുമ്പോൾ, നിരാശ കടന്നു വന്നു കഴിയുമ്പോൾ, പരാജയം വന്നു, സാമ്പത്തിക തകർച്ച വന്നു, ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടക്കാതെ വന്നു കഴിയുമ്പോൾ നാം പലപ്പോഴും തകർന്നു പോവുക. നമ്മെ നോക്കി വെല്ലുവിളിക്കുമ്പോൾ, നമ്മെ നോക്കി പുച്ഛിക്കുമ്പോൾ, നമ്മെ നോക്കി കളിയാക്കുമ്പോൾ നാം ഒന്നുമല്ല എന്നീ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. നിരാശ അവിടെ കടന്നു വരാം. അവിടെ ഈ ഒരു മുക്കുവൻ നമുക്കൊരു വെല്ലുവിളിയാ. ഈ മുക്കുവൻ ഒരു വെല്ലുവിളിയാ. 84 ദിവസവും ഒന്നും ലഭിക്കാതെ അധ്വാനിച്ച് 85-ാം ദിവസം അവൻ്റെ വലയിൽ കുടുങ്ങിയ ആ മീനും വലിച്ചു കൊണ്ടുവന്ന് ആ സമയത്തും അത് നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ജീവിതകാലം മുഴുവനും അധ്വാനിച്ചതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ വേണം. ഇതെല്ലാം നൽകുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്, ഇതിന് ഇരട്ടിയായി തിരികെ നൽകാൻ സാധിക്കുന്നവനുണ്ട് എന്ന ബോധ്യം, അത് നമുക്ക് അനുഗ്രഹമാണ്. നാളെയെ നോക്കുവാനായിട്ട് അത് നമുക്ക് പ്രത്യാശ നൽകും. ഹല്ലേലൂയ. അതാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവരെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആ മീൻ പിടുത്തത്തിന് ഇറങ്ങിത്തിരിച്ച് അവസാനം കർത്താവിങ്കലേക്ക് നോക്കാൻ, യേശുവിങ്കലേക്ക് നോക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം മാറുകയാ. അവരാഗ്രഹിക്കുന്നതിലും അപ്പുറം അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ കരഘോഷങ്ങളോടെ കർത്താവിനെ സ്തുതിക്കുവനെന്നാണ് സങ്കീർത്തനങ്ങൾ 47:1 പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതൊക്കെ തന്നെയാ. കരഘോഷങ്ങളോടെ കർത്താവിനെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നു. അത് അവരുടെ ജീവിതങ്ങൾക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നതായി തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രത്യാശയാ. യേശുവിൽ പൂർണ്ണമായും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവുക. പരിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ, ലൂക്ക 9-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ മറ്റൊരു സംഭവം കൂടെ കാണുകയാണ്. അത് പ്രകാരമാണ്. അവിടെ അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത്. അപ്പം വർദ്ധിപ്പിക്കുന്നു. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം കഴിഞ്ഞ് ഉടനെ ഈ ഒരു സംഭവം പറയുന്നത് എന്ന്. ഇവിടെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടുത്തേക്ക് അനേകർ കടന്നു വന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അവർ കടന്നു വന്നത്? രോഗശാന്തി കിട്ടാനാ, രോഗസൗഖ്യം ഉണ്ടാകാനാ, സന്തോഷം ലഭിക്കാനാ, സമാധാനം ലഭിക്കാനാ. അങ്ങനെയാണ് അവരെല്ലാം കടന്നു വരുന്നത്. എന്നിട്ടോ അവരിങ്ങനെ കടന്നു വന്നിട്ട് പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അവൻ്റെ അടുത്ത് വന്ന് അവനോട് പറഞ്ഞു, നാം വിജന പ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണസാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. ജനങ്ങളെ പറഞ്ഞയക്കാന് പറയുക. ആരാണ് പറഞ്ഞത്? ശിഷ്യന്മാർ. ആരോടാ പറഞ്ഞേ? ഈശോയോട് പറയുക.
നിങ്ങൾ എല്ലാവരും പറഞ്ഞയക്ക്, ഇവരെല്ലാവരും പോയി എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വരട്ടെ, വിശക്കുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറേ ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശപ്പ് വരും. എന്തിനു വേണ്ടിയുള്ള വിശപ്പാ? വചനത്തിന് വേണ്ടിയുള്ള വിശപ്പ്. അതാണ് നമുക്ക് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം വചനത്തിന് വേണ്ടിയുള്ള വിശപ്പ് അവർക്കും ഉണ്ടായിരുന്നു. എന്നാലും വയറിൻ്റെ കാര്യം ഉപേക്ഷിക്കാൻ പറ്റൂലല്ലോ. ആളുകൾക്ക് വയറിനെക്കുറിച്ച് ചിന്തയില്ലെങ്കിലും ആർക്ക് ചിന്തയുണ്ടായിരുന്നു? ശിഷ്യന്മാർക്ക്. അതിനാൽ അവർ പോയി ഈശോയുടെ ഇടയ്ക്കിടയ്ക്ക് പറയുക. എന്താ പറയുന്നേ? ഈശോയെ, സമയം കുറേ ആയി കേട്ടോ. അവർ വിഷമിക്കുന്നുണ്ട്, അവർക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവും. വീട്ടിലോട്ട് വിട്ടിട്ട് കുറച്ച് വെള്ളവും ചാപ്പാടൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നു കഴിഞ്ഞാൽ നല്ലതാണല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇതൊന്നും പരിഗണിക്കുന്നില്ല. അതൊന്നും കർത്താവ് പരിഗണിക്കുന്നില്ല. കർത്താവ് എന്താ പറയുന്നേ? കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവരോട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. എത്രയാ? 5 അപ്പം പിന്നെ 2 മീന്. അത് ഞങ്ങൾ കുറേശ്ശെയൊക്കെ ഇങ്ങനെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 5 അപ്പോ 2 മീനും ഉണ്ടെന്ന് പറയുക. അപ്പോഴേക്കും പറഞ്ഞു, എന്നാൽ പിന്നെ അത് നിങ്ങളിങ്ങ് കൊണ്ടുപോവാ. അയ്യോ, പറഞ്ഞതും ബുദ്ധിമുട്ടായിപ്പോയല്ലോ, കഷ്ടമായിപ്പോയല്ലോ എന്ന് അവർ വിചാരിക്കുന്നത്. അത് കൊണ്ടുവന്ന് കർത്താവിന് കരങ്ങളിലേക്ക് കൊടുക്കുന്നു. തുടർന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, അവൻ പറഞ്ഞു, ഏകദേശം 5000-ഓളം പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. ആ പുരുഷന്മാർ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ നിങ്ങൾ ഇരുത്തുക. ജനങ്ങളെ നിങ്ങൾ 50 വീതം പന്തികളായിട്ട് ഇരുത്ത്. എന്നിട്ട് നിങ്ങൾ അവർക്ക് ഇതങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി അവരെ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ സംഭവിക്കുന്ന കാര്യം ഇതാണ്. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ ശേഖരിക്കുന്നു. മനുഷ്യന്റെ പ്രയത്നം അവസാനിക്കുന്നിടത്ത് ദൈവശക്തി ആരംഭിക്കുക. മനുഷ്യന്റെ അധ്വാനത്തിനേക്കാളും ദൈവകൃപയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുക. മനുഷ്യൻ മടുത്തു, ശിഷ്യന്മാർ മടുത്തു. അവർ വള്ളവും വലയായിട്ട് പോയി. അവരുടെ ജീവിതത്തിൽ അവർ നിരാശപ്പെട്ടു. അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ മടുത്തു. ഉടനെ ദൈവവരപ്രസാദം പ്രവർത്തിച്ചു. അതാണ് ദൈവശക്തി അവിടെ പ്രവർത്തിക്കുക. ഇവിടെ എന്താ സംഭവിച്ചേ? അവർ തങ്ങൾക്കുള്ളത് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു, അത് നിങ്ങൾ കൊണ്ടുപോവാ, നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇത് വെറും 5 ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാ? ഞങ്ങൾക്കാണെങ്കിൽ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ കർത്താവ് പറഞ്ഞു, കൊണ്ടുപോവാ. അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് അവനത് ഉയർത്തി, പിതാവിൻ്റെ പക്കലേക്ക് ഉയർത്തി. സർവസമ്പന്നനായ പിതാവിൻ്റെ കരങ്ങളിലേക്ക് അത് ഉയർത്തി കഴിഞ്ഞപ്പോൾ പിതാവ് അതിനെ ആശീർവദിക്കുക. പിതാവ് തൊടുകയാണ് അതിനെ. പിതാവ് തൊട്ടത് അനുഗ്രഹമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിതാവ് തൊട്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ മാറ്റം വരിക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് വേണ്ടത് ഈ ഒരു സ്പർശനമാ. യേശുവിൻ്റെ ഒരു സ്പർശനം, പിതാവിലേക്ക് സമർപ്പിക്കാനുള്ള ഒരു മനസ്സ്, അത് നമുക്കുണ്ടെങ്കിൽ സമൃദ്ധിയിൽ നിന്നും അധികമായി അവൻ നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താം. അനുഗ്രഹങ്ങൾ പൂർണ്ണത പ്രാപിക്കുന്നത് നന്ദി പറയുമ്പോഴാ അനുഗ്രഹങ്ങൾ പൂർണ്ണത പ്രാപിക്കുന്നേ. ശിഷ്യന്മാർ വള്ളവും മലയൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് ഇതെല്ലാം അവസാനം മീനൊക്കെ വള്ളം നിറഞ്ഞ് പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവർ കണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് അവരെന്താ കണ്ടേ? തീരത്ത് എന്തുണ്ടായിരുന്നെന്നാ പറഞ്ഞേ? മീന്, ചുട്ട മീനാ കണ്ടത്. അവർക്ക് വേണ്ടി സദ്യ ഒരുക്കി അവരെ കാത്തിരിക്കുന്ന ദൈവം.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിസന്ധിയിലെ, വേദനകളില്, തകർച്ചകളില്, പീഡകളില് നമുക്ക് വേണ്ടി സത്യമൊരുക്കി, അനുഗ്രഹങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ വിളിക്കുക, അവനിൽ ശരണപ്പെടുക. അവനെ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലെ അനുഗ്രഹങ്ങൾ നിറയും. അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തയ്യാറായാൽ മതി. അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ തയ്യാറായാൽ മതി. അവൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും നൽകാൻ തയ്യാറായാൽ മതി. അത് 7 ഇരട്ടിയായി അവൻ തിരികെ നൽകി നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നതൊന്നും കുറഞ്ഞു പോകില്ല പ്രിയപ്പെട്ടവരെ. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കുള്ളത് ഇത്രയേ ഉള്ളെങ്കിലും അത് കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതിന് അനുഗ്രഹം ഉണ്ടാകും. പരിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വീണ്ടും കാണുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. ഒരു വിധവയായ ഒരു സ്ത്രീ, എല്ലാവരും നേർച്ച സമർപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവളും നേർച്ചയിടാനായിട്ട് ചെന്നു. എന്നിട്ട് എന്താ ഇട്ടത്? 2 ചെമ്പുതുട്ടുകളായിട്ട്. അത് മാത്രം ഇട്ടു. അവളവിടെ കൊണ്ടുവന്നു, എല്ലാവരും ഇടുന്നു, അവളും അത് കൊണ്ടേ ഇട്ടു. കർത്താവ് എന്താ വന്ന് പറഞ്ഞേ? എല്ലാവരേക്കാൾ അധികമായി ഇവളിതാ സമർപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് അതിന് വില കൊടുക്കുക. ഹല്ലേലൂയ. ഞാൻ എന്തു കൊടുത്തു എന്നതല്ല, എങ്ങനെ കൊടുത്തു എന്നുള്ളതാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളത് കൊടുത്താ മതി, അനുഗ്രഹമാ. പൂർണ്ണതയിൽ നൽകുക. ഞാൻ എന്നെ പൂർണ്ണമായും കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇല്ലായ്മയിൽ അനുഗ്രഹം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിരാശപ്പെടാൻ പോകില്ല. നിരാശ കടന്നു വന്ന് നമ്മെ കീഴ്പ്പെടുത്തില്ല. നിരാശ മനുഷ്യ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയാണ്. നിരാശ മനുഷ്യ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന തിന്മയാണ്. കർത്താവിനെ നോക്കി, കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് അനുഗ്രഹങ്ങൾ പൂർണ്ണതയിൽ സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. എല്ലാം പൂർണ്ണമായും യേശുവിൽ അർപ്പിച്ച്, യേശുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ്, യേശുവിനോടൊത്ത് പരിശ്രമിക്കുമ്പോൾ അതെല്ലാം അനുഗ്രഹമായി, കൃപയായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ വിശുദ്ധരുടെ ജീവിതങ്ങളും ഇത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നതും. അനേക വിശുദ്ധരുണ്ടല്ലോ. ഈ വിശുദ്ധരെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാ. പ്രത്യാശയോടെ കർത്താവിനെ സമീപിച്ച് അനുഗ്രഹം പ്രാപിച്ചതിൻ്റെ ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, തോബീത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 19-ാം തിരുവചനം. തോബീത്ത് 4:19 വചനപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടുത്തോട് നീ പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാ നന്മയും നൽകുന്നു. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവിന് നന്ദി പറയുക. എന്നിട്ടോ എന്തിനു വേണ്ടിയിട്ടാ? നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും വേണ്ടി അവിടുത്തോട് നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് എല്ലാ നന്മയും നമുക്ക് നൽകുന്നത്. കർത്താവാണ് നമുക്ക് എല്ലാ നന്മയും നൽകുന്നത്. അപ്പോൾ എന്തൊക്കെ വന്നാലും കർത്താവിനെ എപ്പോഴും വാഴ്ത്തണം. നമ്മുടെ പാതകൾ നേരെയാകാൻ നല്ല വഴിക്ക് പോകണം. ഇന്നത്തെ കാലത്ത് യേശുവിനോടത്ത് യാത്ര ചെയ്തില്ലെങ്കിൽ വഴികളിൽ ഇരിക്കുന്ന കെണികളിൽ വീണുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പോലും അറിയൂല ഇത് കെണിയാണ് എന്ന്. നമ്മൾ പോലും അറിയാൽ ഇത് കെണിയാന്ന്. വീണ് കഴിയുമ്പോഴേ അറിയൂ
വീണാലും അറിയൂല ചിലപ്പോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതൊരു തിന്മയാണ് എന്ന് നമ്മൾ അറിയുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും. ഈ ലോകം നമുക്ക് വെച്ച് നീട്ടുന്ന സുഖങ്ങളും സന്തോഷങ്ങളും ക്ഷണികമായ കാര്യങ്ങളും നമ്മെ നിത്യജീവനിലേക്കല്ല, മറിച്ച് നിത്യ ദുഃഖത്തിലേക്ക് നയിക്കുന്നതാ. അതാണ് പറഞ്ഞത് വചനം പഠിപ്പിക്കുന്നത്. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തണം, എന്നിട്ടോ നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ശുഭമായി ഭവിക്കാനും വേണ്ടി അവിടുത്തോട് നീ പ്രാർത്ഥിക്കണം. കർത്താവ് എല്ലാ നന്മകളും നൽകുന്നവനാണ്. എല്ലാ നന്മകളും കർത്താവ് നൽകും. ശുഭമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പൂർണ്ണമായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്നുണ്ട്. എപ്പോഴും കർത്താവിനെ വാഴ്ത്തുക. പാതകൾ നേരെയാകാൻ, നിന്റെ കാര്യങ്ങളെല്ലാം ശുഭമായി ഭവിക്കാൻ അവിടുത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാ നന്മയും നൽകുന്നവനാണ്. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളെല്ലാം ഈ രാത്രി വേളയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. എന്നിട്ട് എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാം, സ്തുതിക്കാം എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ അനുഗ്രഹിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ശുഭമായി അനുഗ്രഹമായി ഭവിക്കാൻ കർത്താവിനോട് നമ്മൾ വിളിച്ചപേക്ഷിക്കണം. കർത്താവിനെ നമ്മൾ വിളിച്ചപേക്ഷിക്കണം. പരിശുദ്ധ ഗ്രന്ഥത്തിൽ പത്രോസ്ലീഹയുടെ ഒന്നാം ലേഖനം 1-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 6 മുതൽ തിരുവചനങ്ങൾ. വചനപ്രകാരമാണ്: അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ നിങ്ങൾ ആനന്ദിക്കുവിൻ. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും നിങ്ങൾ അതിൽ ആനന്ദിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിൽ ആനന്ദിക്കണമെന്നാ പറഞ്ഞേ? അല്പകാലത്തേക്ക് വരുന്ന സഹനങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, എന്നാലും അതിൽ നമ്മൾ ആനന്ദിക്കണം. എന്നിട്ട് വീണ്ടും വചനം പഠിപ്പിക്കുക. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് ആയിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ ജയിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പരീക്ഷകളെ അതിജീവിക്കുന്ന, ജയിക്കുന്ന വിശ്വാസം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. അത് നൽകപ്പെട്ടിരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അല്പകാലത്തേക്കുള്ള ഇത്തരം പീഡകളെ, ഇത്തരം പരീക്ഷകളെ നമ്മൾ ഒരിക്കലും അതോർത്ത് വിലപിക്കേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല, വ്യസനിക്കേണ്ട കാര്യമില്ല. മറിച്ച് അനുഗ്രഹത്തിൻ്റെ വഴിയാണ് ഇത് എന്ന് ആ ഒരു നന്ദിയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളൊന്ന് സമർപ്പിക്കുക. ഈ വേദനകളെ സമർപ്പിക്കുക, ഈ ദുഃഖങ്ങളെ സമർപ്പിക്കുക, തകർച്ചകളെ സമർപ്പിക്കുക. പ്രത്യാശയോടെ കർത്താവിലേക്ക് നോക്കുക. പ്രത്യാശയോടെ കർത്താവിലേക്ക് നോക്കുക. ഈ ദുഃഖവും നിരാശയും ആകുലതയും എല്ലാം സന്തോഷമായി മാറും. മനസ്സിനപ്പോൾ ഒരു സമാധാനം ലഭിക്കും, ഒരു സന്തോഷം ലഭിക്കും. എല്ലാം നശിച്ചല്ലോ, എല്ലാം തീർന്നല്ലോ എന്ന് വിചാരിക്കുകയല്ല, മറിച്ച്
തീർന്നിടത്ത് നിന്ന് തുടങ്ങാൻ സാധിക്കുന്ന ആ അനുഗ്രഹം നൽകാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഓർക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൃപയിലേക്ക് നമ്മൾ കടന്നു വരിക. നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് മറ്റൊന്നുമല്ല, ഈ ഒരു ദൈവത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള ഒരു മനസ്സും ഒരു ഹൃദയവും ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതവുമാണ്. ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളെ നമുക്കൊന്ന് ക്രമീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ ലോകം, ഈ കാര്യങ്ങൾ, എൻ്റേത്, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ജോലി, എൻ്റെ സമ്പത്ത്, ഇങ്ങനെ എൻ്റേത് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കാലം കഴിക്കും. എന്നിട്ടോ എനിക്ക് കിട്ടിയില്ലെങ്കിലോ അവിടെ നിരാശയായി, എനിക്ക് കിട്ടിയില്ലെങ്കിലോ അവിടെ ദുഃഖമായി. നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ ദുഃഖം വരാൻ കാരണം അതാ. കാരണം എല്ലാം അവൻ നൽകിയതാണ് എന്ന ബോധ്യമില്ലായ്മയാ. അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ എനിക്കുള്ളതിനെ അധികമായി നൽകുവാനും അനുഗ്രഹമാക്കുവാനും അവന് സാധിക്കുമെന്ന ബോധ്യമില്ലായ്മയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം കൂടെ ഞാൻ ഓർക്കുക. ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛ, ജീവിതത്തിൽ തകർച്ചകളാണ്, സാമ്പത്തിക തകർച്ചയാണ്, കടബാധ്യതയാണ്, വീട്ടിലെ പരിസ്ഥിതി വളരെ മോശമാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരു ജോലിയും കിട്ടുന്നില്ല. കാര്യം പറഞ്ഞാൽ നല്ല പഠിപ്പൊക്കെ ഉണ്ട്, ഇൻ്റർവ്യൂവിനൊക്കെ പോവും, ഒരു ജോലിയും ശരിയാവില്ല, ആകെപ്പാടെ കഷ്ടത്തിലാണ് അച്ഛാ. കുട്ടികളുടെ കാര്യം നോക്കണം, കുടുംബത്തിലെ കാര്യമുണ്ട്, ഭർത്താവിനും ജോലിയില്ല, ഞങ്ങളാകെപ്പാടെ വിഷമിച്ചിരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വന്നതാ. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി ഒത്തിരിയേറെ വിഷമിച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് അച്ഛാ, അതിനു വേണ്ടി പോവുകയാണ്. അതിന് പോകുന്നതിന് മുൻപ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, കർത്താവിനെല്ലാം നൽകാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അല്ല അച്ഛാ, ഞാനിപ്പം പഠിച്ചതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ടെൻഷൻ കാരണം എനിക്ക് മറവിയും കൂടിയിരിക്കുക, ഞാൻ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ശരിക്ക് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരു അരമണിക്കൂർ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടും പൊക്കോളാൻ പറഞ്ഞു. ആ സഹോദരി അരമണിക്കൂറിന് പകരം 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവിടുന്ന് പോയി. പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിനൊക്കെ പോയി. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ കാണാൻ വന്നിട്ട് പറയുകയാണ്, അച്ഛാ, ഞാനിവിടുന്ന് പോയി, അച്ഛൻ പറഞ്ഞ പ്രാർത്ഥനകളും വചനങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോയത്. ഇൻ്റർവ്യൂവിന് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെപ്പാടെ വീണ്ടും പരവേശമായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനങ്ങനെ ആകുലപ്പെട്ട് എന്നാലും എനിക്ക് ഉള്ള എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും എൻ്റെ സാമർഥ്യവും ഒക്കെ കർത്താവിന് ഞാൻ കൊടുത്തിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നെ വിളിച്ചു കഴിഞ്ഞ് കുറച്ച് 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അവരത് മടക്കി തന്നിട്ട്, അപ്പോൾ അച്ഛാ, ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം പോയി, എന്നെ അവർ ഉപേക്ഷിച്ചു. എന്നിട്ട് ആ ഒരു ഇരിപ്പ് അവിടെ ഇരിക്കുമ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ അടുത്ത ആഴ്ച വന്ന് ജോയിൻ ചെയ്തോ, ഈ ജോലി നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളൊന്ന് അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നിട്ട് പറയുക, ഞാൻ കയറി ഒരു 2 മിനിറ്റേ എനിക്ക് എടുത്തുള്ളൂ സമയം, ബാക്കിയുള്ളവരൊക്കെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. എനിക്ക് വെറും 2 മിനിറ്റേ എടുത്തുള്ളൂ. ആ 2 മിനിറ്റിനുള്ളിൽ അവർ ഇത്രയും കാര്യങ്ങളും ചെയ്തു. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ജോലി ശരിയായിട്ടുണ്ട്, ഇനി പോരാനും പറഞ്ഞ്
കർത്താവിൻ്റെ അനുഗ്രഹം ഞാൻ അനുഭവിച്ചെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ സംരക്ഷണം ഞാൻ അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ, അതിനും പറയുന്നുണ്ടല്ലോ, 7 ഇരട്ടിയായി അവൻ തിരികെ നൽകി അനുഗ്രഹിക്കുന്ന. കൊടുക്കാൻ ഒരുക്കമാണോ? അവനിൽ ആഴപ്പെട്ട് പ്രാർത്ഥിക്കാൻ ഒരുക്കമാണോ? സംഭവിക്കും പ്രിയപ്പെട്ടവരെ. ഈ രാത്രിയിൽ ഉണർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു പ്രത്യാശ നമുക്ക് വേണ്ടേ? ഞാൻ നൽകുന്നത് എൻ്റെ ദൈവം സ്വീകരിച്ച് അനുഗ്രഹമാക്കുമെന്ന പ്രത്യാശ, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന പ്രത്യാശ. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം കരങ്ങളൊന്ന് കൂപ്പാം. ജീവിത മേഖലകളെല്ലാം ഈശോയ്ക്കൊന്ന് സമർപ്പിക്കാം. എൻ്റെ കർത്താവെ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണമായും എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ശരീരവും മനസ്സും ആത്മാവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു. അങ്ങ് നൽകാത്തതായി ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. എല്ലാ സമൃദ്ധിയും അങ്ങയുടേതാണ്. സകലതും അങ്ങയിൽ നിന്ന് ഞാൻ സ്വീകരിച്ചതാണ്. യേശുവേ, അതെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ അർപ്പിക്കുന്നു. പൂർണ്ണതയിൽ കൃപകൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും യേശുവിൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവിനോട് നമ്മൾ അപേക്ഷിക്കുന്നതെല്ലാം അവൻ സ്വീകരിക്കുന്നുണ്ട്. അവൻ്റെ സന്നിധിയിൽ സമൃദ്ധിയുണ്ട്. എല്ലാത്തിൻ്റെയും ഉറവിടം അവനാണ്. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അങ്ങ് കേൾക്കുന്നു. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ, എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് വരണമേ. ശക്തിയായി എന്നിൽ നിറയണമേ. പൂർണ്ണമായും പ്രത്യാശ വയ്ക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കൃപകൾ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ആകുലതയും നിരാശയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് എല്ലാവരും ചേർന്നൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം നൽകുന്നവനെ, പൂർണ്ണമായും അറിയുന്നവനെ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാം സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ കാക്കും ദൈവം നീയേ. യേശുവേ, മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നു സ്തുതി നിനക്ക്.